ഈ കമന്റ് ഒന്ന് നോക്കി. സ്വന്തം മകളുടെ പ്രൊഫൈൽ പിക്ചറും ഇട്ടുകൊണ്ട് നാട്ടിലുള്ളവനെ തെറി വിളിക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ മാന്യതയ്ക്ക് ഞാൻ ആ ഫോട്ടോ ബ്ലർ ചെയ്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു നാണക്കേട് ഉണ്ടാകേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതാണ് ആ മഹാന്. വീട്ടിൽ അച്ഛനെ വിളിക്കുന്ന ഭാഷയുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരരുത്. അച്ഛൻ്റെ പേരതാണെങ്കിൽ, അല്ലെ അച്ഛനെ ചേട്ടൻ ചെല്ലപ്പേരിൽ അതാണ് വിളിക്കുന്നതെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി. ചേട്ടൻ വീട്ടിൽ അപ്പനെ അങ്ങ് വിളിച്ചോ പോയിരുന്നത്. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിന് സഭ്യത എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. ചേട്ടൻ പല പ്രൊഫൈലിലും ഇതേപോലെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ തെറി വിളിച്ചിട്ടുണ്ടാകാം. അവർ പ്രതികരിച്ചിട്ടുണ്ടാകുകയില്ല. പക്ഷെ ഞാൻ ചേട്ടന് കൃത്യമായിട്ടുള്ള മറുപടിയും തന്നിട്ടുണ്ട്. നാട്ടിലുള്ളവനെ തെറി വിളിക്കാനായിട്ട് വരുമ്പോൾ ചേട്ടാ അറ്റ്ലീസ്റ്റ് ചേട്ടനൊരു മര്യാദയെങ്കിലും കാണിക്കണം. സ്വന്തം കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോയും ഒക്കെ അല്ലാത്ത പ്രൊഫൈലിൽ നിന്നും വേണം തെറി വിളിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫൈലിലൂടെ തെറി വിളിക്കുമ്പോൾ അവരുടെ മുഖമായിരിക്കും കാണുന്നത്. ഇത്രയ്ക്കും വിവരമില്ലാത്ത ഒരുവനായി പോയല്ലോ താങ്കൾ എന്ന് ഓർക്കുമ്പോൾ പിന്നീട് ഒരു കാര്യം കൂടെ ഉണ്ട്. അച്ഛനെ വിളിക്കുന്ന പേര് വീട്ടിൽ താങ്കൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ താങ്കളുടെ നാട്ടുകാരും താങ്കളുടെ അച്ഛനെയും താങ്കളെയും വിളിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. പോട്ടെ, സാരമില്ല, അതൊക്കെ അവനവൻ്റെ കാര്യം. നല്ല ക്രമികടി ഉണ്ടാകുമല്ലേ. ആ ഒരു പോസ്റ്റ് ഞാൻ എന്താണ് ഇട്ടത്? വീണ ജോർജിൻ്റെ കാലത്ത് നടക്കാത്ത ഒരു കാര്യം പറഞ്ഞ്, അതായത് കത്രിക ഓപ്പറേഷന് ശേഷം ഉള്ളിൽ വെച്ച് തുന്നി ചേർത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വീണ ജോർജിൻ്റെ കാലത്തല്ലായിരുന്നു. അന്ന് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞയാളാണ് ഈ പറയുന്ന മുരളീധരൻ, നമ്മുടെ കിങ്ങിണിക്കുട്ടൻ. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഒരു ആക്ഷേപഹാസ്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അപ്പം അതിനെ പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറേ കൊങ്ങി കുഞ്ഞുങ്ങളും കുറേ ആളുകളും വന്ന് വിമർശിച്ചു. നല്ല രീതിയിൽ വിമർശിക്കാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. വിമർശിക്കുന്നതിൻ്റെ അകത്തൊന്നും യാതൊരു തെറ്റുമില്ല. അത് സഭ്യമായിട്ടുള്ള ഭാഷയിലായിരിക്കണം. സഭ്യമായിട്ടുള്ള ഭാഷയിൽ ആരെയും എത്ര കടുത്ത വാക്കുകൾ ഉപയോഗിച്ചും വിമർശിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള വാചകങ്ങളുമായിട്ട് വന്നാൽ എല്ലാ ആളുകളും പ്രതികരിക്കാതിരിക്കും എന്ന് ചേട്ടൻ ഓർക്കണ്ട. മന്ത്രി മുരളീധരൻ പണ്ട് പറഞ്ഞ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തനിക്ക് അത്രയും ചൊറിയണമെന്നുണ്ടെങ്കിൽ മുരളീധരൻ തൻ്റെ കുഞ്ഞമ്മയുടെ മകനുമൊന്നും അല്ലല്ലോ. ഈ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആർക്കും വിമർശിക്കാം. ഈ രാജ്യത്തെ ഏത് പൗരനും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഞാനും എൻ്റെ അവകാശം വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് തനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. തൻ്റെ പറമ്പിൽ എവിടെയെങ്കിലും കപ്പളങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ച് കറയോടുകൂടി ഒന്നെങ്കിൽ തിന്നുക. അതല്ലെന്നുണ്ടെങ്കിൽ ആ കറയെടുത്ത് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അല്പം ക്രിമികടി അങ്ങ് മാറിക്കിട്ടും. ഇത്തരം തെറിയൊക്കെ വിളിക്കാനും കമൻറ്റ് ചെയ്യാനും വരുമ്പോൾ താൻ ജനിപ്പിച്ച തൻ്റെ മകളുടെ ഫോട്ടോയെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? തൻ്റെ കുടുംബത്തിൻ്റെയും മകളുടെ ഒക്കെ ഫോട്ടോയാണ് ആ പ്രൊഫൈൽ നിറച്ചും കിടക്കുന്നത്. ഇത്തരം വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ താൻ എന്തൊരു ചെറ്റയാണോ? ചേട്ടൻ ഒരുപാട് ചൊറിച്ചിൽ വന്നിട്ടുണ്ടാകാം. ആ ചൊറിച്ചിൽ ഈ ഒരു പോസ്റ്റ് കൊണ്ട് മാറുന്നെങ്കിൽ മാറട്ടെ, ശകലം ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ മാറട്ടെ. ആരെങ്കിലും ഇദ്ദേഹത്തെ പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഞാൻ എന്തായാലും പ്രൊഫൈൽ ഒന്ന് മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിട്ടാണ് ഇത്തരം വാചകം പറഞ്ഞത്. അപ്പോൾ ആ വിഷമം അങ്ങ് മാറി കിട്ടട്ടെ. എന്തായാലും എൻ്റെ പകയാ സ്വന്തം മകളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചുകൊണ്ട് നാട്ടിലുള്ള ആളുകളെ തെറി പറയാൻ ഇറങ്ങുമ്പോൾ പ്രതികരിക്കാനായിട്ടും പ്രതികരണശേഷിയുള്ള ആളുകളും ഈ നാട്ടിലുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത്രയേ ഉള്ളൂ. പോട്ടെ, സാരമില്ല. ഏതൊരു അബദ്ധവും പറ്റുമല്ലോ. ചേട്ടനും ഒരു അബദ്ധമായി എന്ന് കരുതിയാൽ മതി. ഒന്നും അറിയത്തില്ലാത്ത ഒരു പിതാവിനെ പിടിച്ചതിൻ്റെ അകത്തോട്ട് തന്നെ ഒരു താല്പര്യവുമില്ല. പക്ഷേ നിന്നെപ്പോലെയുള്ള ആളുകളെ സൃഷ്ടിച്ച് വിടുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വാചകങ്ങൾ പറഞ്ഞു പോവുക തന്നെ ചെയ്യും. എന്തായാലും ചേട്ടാ, വീട്ടിൽ ചേട്ടൻ അച്ഛനെ വിളിക്കുന്ന ചെല്ലപ്പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ചേട്ടൻ്റെ അച്ഛൻ്റെ ചെല്ലപ്പേര് സൂപ്പറായിട്ടുണ്ട്. ഇനി കാണുമ്പോൾ ഞാനും വിളിക്കാൻ ശ്രമിക്കാം കേട്ടോ ചേട്ടാ.